الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير. ثم أورثنا الكتاب الذين اصطفينا من عبادنا ومنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. وقال الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. صدق الله العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ജീവിതാരംഭത്തിൽ, അതായത് ഭൂമിയിൽ ആദവും ഹവയും മക്കളും ഒരേ ഒരു വിഭാഗമായിട്ടാണ് അവർ ജീവിതം ആരംഭിച്ചത്. തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നന്മയോടൊപ്പം തിന്മയും ഉണ്ടായേ പറ്റൂ. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രവർത്തനങ്ങളുടെ ഒരു യുക്തിയാണ്. നന്മ മാത്രമാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനൊരു സ്വാതന്ത്ര്യവും അവകാശവും നൽകാൻ പറ്റില്ല. മലക്കുകൾ നന്മയിൽ മാത്രം ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരുതരം സൃഷ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് നന്മയും തിന്മയും സംവിധാനിക്കും. തിന്മയ്ക്ക് മനുഷ്യ മനസ്സിൽ പ്രവർത്തിക്കാനൊരു താവളവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. എന്നിട്ട് അതേക്കുറിച്ച് അല്ലാഹു തആല മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആരെങ്കിലും നന്മ ആഗ്രഹിക്കുകയും നന്മയിൽ വിശ്വസിക്കുകയും നന്മ ആഗ്രഹിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ നന്മയുടെ വഴിയിലൂടെ ജീവിത വിജയം പ്രാപിക്കും. അതല്ല, അതിനെ നിഷേധിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതത്തെ നിഷേധിച്ചുകൊണ്ട് തിന്മയിലേക്കാണ് ആരെങ്കിലും ചായുകയാണെങ്കിൽ അവനെ അതുവഴിക്ക് നീക്കിവിടുന്നതും അല്ലാഹു തആല നുവല്ലിഹി മാ തവല്ല, എങ്ങോട്ടാണ് നീങ്ങുന്നത് അങ്ങോട്ട് അല്ലാഹു തആല നയിക്കുന്നു. അപ്പം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ സൃഷ്ടി തന്നെ ഏറ്റെടുക്കണം. ഇത് മനുഷ്യന് മാത്രമുള്ള ഒരു മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളതാണ് ഈ സ്വാതന്ത്ര്യം എന്നത്. സർവതന്ത്ര സ്വതന്ത്രനാണ്. ഫഅാലു ലിമാ യുരീദ്, ഇഷ്ടമുള്ളതെന്തും പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു തആല. അപ്പോൾ അല്ലാഹു തആലയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. കാരണം അറിവുണ്ട്, ശക്തിയുണ്ട്, നടപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കഴിവുകളും എല്ലാം അള്ളാഹുവിൻ്റെ കൈവശത്തുണ്ട്. അങ്ങനെ ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധമാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. അപ്പം അങ്ങനെ മനുഷ്യനെ നന്മയിൽ നിലനിർത്തുകയും നന്മയിൽ സൃഷ്ടിക്കുകയും തിന്മയുടെ പ്രേരകങ്ങളായ ചിലത് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും അത് നിന്റെ കൂടെ ഉണ്ട്, ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്നെ അത് കവച്ചു വെച്ച് കളയുമെന്ന് പഠിപ്പിക്കുകയും ചെയ്യും. മനുഷ്യന് മറന്നുപോകുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് താൽക്കാലികമായ സുഖഭോഗ താല്പര്യങ്ങളിൽ
ആമഗ്നമാകുന്ന ഒരു പ്രകൃതം ഉള്ളതുകൊണ്ട് തിന്മയിലേക്ക് ചായുകയും തിന്മയുടെ അനന്തരഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം, അതായത് അള്ളാഹുവിൻ്റെ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തു. അതാണ് ആദം നബിയുടെയും ഹവ്വയുടെയും ജീവിതത്തിലുണ്ടായ ആ സംഭവം. എന്നിട്ട് വലക്കും ഫിൽ അർളി മുസ്തഖറും മതാഉൻ ഇലാഹി, അവരെ ഭൂമിയിലേക്ക് വിടുകയാണ് ജീവിക്കാൻ വേണ്ടി. അവിടെ ഭൂമിയിലെ ജീവിതം ആരംഭിക്കുമ്പോൾ ആദമും ഹവ്വയും മക്കളും അവർ സത്യവിശ്വാസം, അതായത് ആദം നബിയും ഹവ്വയും ചെയ്തു പോയ തെറ്റുകൾ, ഫതലഖ ആദമ മിൻ റബ്ബിഹി കലിമാത്തുൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അതായത് ചെയ്തു പോയത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹു തആലയിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുകയും അള്ളാഹ് പൊറുക്കുകയും ആദമിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. അപ്പോൾ ആദിപാപം എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല. ഒരു പാപത്തിൻ്റെ ഒരു തൃഷ്ണ മനുഷ്യ മനസ്സിനുണ്ട് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാപത്തിൻ്റെ അനന്തരഫലം മനുഷ്യനെ ബാധിക്കുകയില്ല എന്നുള്ളത് അവിടെ അള്ളാഹു തആല പുറത്തു പോയതാണ്. പിന്നെ പാപം ചെയ്യുമ്പോഴാണ് അതിൻ്റെ അനന്തരഫലം. അങ്ങനെ ആദമിൻ്റെ മക്കളൊക്കെ വളർന്നു വലുതായപ്പോൾ ആദ്യം തന്നെ കുഴപ്പമുണ്ടായ കാര്യം ഞാൻ മുമ്പ് ഒരു ഖുതുബയിൽ വിശദമായി സൂചിപ്പിക്കേണ്ടായി. പെണ്ണിനെ സംബന്ധിച്ചാണ് പ്രശ്നം ഉണ്ടായത്. ഹാബീലും ഹാബീലും തമ്മിൽ ഹാബീലിനെ ഹാബീൽ കൊന്നു. അങ്ങനെ അവൻ നിഷേധികളുടെ കൂട്ടത്തിലല്ല നിഷേധിയായി. പിന്നെ ഇബ്ലീസും അവനുമാണ് പുതിയ. അപ്പം രണ്ട് വിഭാഗമായി മനുഷ്യ സമൂഹം തിരിയാണ്, വിശ്വാസികളും നിഷേധികളും. കാലാന്തരത്തിൽ ഇങ്ങനെ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ വിശ്വസിച്ചു എന്ന് പറയുകയും വിശ്വാസികളുടെ കൂട്ടത്തിൽ നടക്കുകയും എന്നാൽ വിശ്വാസത്തിന്റെ താല്പര്യങ്ങളൊന്നും പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ്. അവരാണ് മുനാഫിഖ്. അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ ആദ്യം ഒരു വിഭാഗമായിരുന്നത് രണ്ടായി, പിന്നെ മൂന്നായി. എന്നും എല്ലാ കാലത്തും മെയിനായിട്ട് മുഖ്യമായും മനുഷ്യ സമൂഹത്തിന് 3 വിഭാഗങ്ങൾ ഉണ്ടാവും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കും. ആ 3 വിഭാഗങ്ങൾ, ഒന്നാമത്തെ മുഅ്മിനും, രണ്ടാമത്തത് കാഫിറും, മൂന്നാമത്തെ മുനാഫിഖും. ഈ മുഅ്മിനും കാഫിറും മുനാഫിഖും ഒക്കെ ഒരു സമുദായത്തിൽ നിന്ന് ഉണ്ടാവാവുന്നതാണ്. കാഫർ എന്ന് പറയുമ്പം ഈ മുസ്ലിം അല്ലാത്ത വേറെ ഏതിലോ ആണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം സത്യനിഷേധം നടത്തിയ ആൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു, റേഷൻ കാർഡിലും അതുപോലെ തന്നെ പാസ്പോർട്ടിലും വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പേരുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ മുസ്ലിമായി പരിഗണിക്കപ്പെടുകയില്ല. കൃത്യമായി ഖുർആൻ പറഞ്ഞൊരു സംഗതിയാണ്. മുസ്ലിം പേരുള്ള കുടുംബത്തിൽ ജനിച്ചു, മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ജീവിച്ചു, പക്ഷേ ഇസ്ലാമിൻ്റെതായ ഒരു താല്പര്യങ്ങളും പൂർത്തീകരിക്കാൻ സന്നദ്ധമായില്ലെങ്കിൽ അവനെ ഇതിൽ പെടുത്തൂല്ല. അതാണ് 3 വെള്ളിയാഴ്ച മനഃപൂർവ്വം പള്ളിയിൽ വന്നില്ലെങ്കിൽ മെമ്പർഷിപ്പ് പോകുന്നത്. വളരെ കർക്കശമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിർബന്ധമൊന്നുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇതിൽ യാതൊരു നിർബന്ധമില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. വമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാമെന്ന്. അങ്ങനെ 2 വിഭാഗം ആളുകൾ, 3 വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു തആല ഖുർആൻ പറയുന്നത് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ പുസ്തകം, ഈ കിതാബ്, അതായത് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് തന്നെ സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശനം നൽകാനാണ് വേണ്ടിയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതായത് അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ, അതായത് ദിവ്യമായ ആ ശക്തിയിൽ അദൃശ്യമായി തന്നെ വിശ്വസിക്കുന്നു. അതിന്റെ പ്രകടനം എന്നുള്ളതിൽ നമസ്കാരം നിലനിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതെന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ വിശ്വാസം കൊണ്ട് മാത്രമായില്ല, വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പ്രകടമായി കാണണമെന്നുള്ളതാണ്. ഞാൻ സത്യവിശ്വാസിയാണ് എന്ന് പറയുന്ന ആളിൽ നിന്ന് സത്യവിശ്വാസത്തിന്റെ അലാമത്തുകൾ, അടയാളങ്ങൾ, യുഖീമൂന സ്വലാത്ത, ഒന്നാമത്തെ അടയാളം നമസ്കാരം നിർവഹിക്കുന്നത്. കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നതാണ് സത്യവിശ്വാസത്തിന്റെ ഒന്നാമത്തെ അടയാളം. അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക, അതായത് നൽകിയതൊക്കെ അള്ളാഹു ആണെന്ന് അംഗീകരിക്കുക, എന്നിട്ട് അത് ചെലവഴിക്കുകയാണ് അടുത്ത ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. അതായത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അവതരിപ്പിച്ചതും നിന്റെ മുന്നിൽ അവതരിപ്പിച്ചതുമായ ആളുകളുടെ മുന്നിലുള്ള ആളുകൾക്ക് അവതരിപ്പിച്ചെടുത്തതുമായ എല്ലാ ദിവ്യഗ്രന്ഥങ്ങളിലും വിശ്വസിക്കും. എന്നിട്ട് ആഖിറത്തെ സംബന്ധിച്ച് യൂഖിനൂൻ, അവിടെ വിശ്വാസം മാത്രം പോരാ, ദൃഢമായ ബോധ്യം വേണം. യൂഖിനൂൻ എന്ന് പറഞ്ഞു. യുഅ്മിനൂന ബിൽ ഗൈബി എന്നൊക്കെ പറഞ്ഞിട്ട് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആഖിറത്തെ സംബന്ധിച്ച ദൃഢമായ ബോധ്യം വേണം. ആഖിറത്തെ സംബന്ധിച്ച് ദൃഢമായ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതത്തിന്റെ ബാലൻസ് ചെയ്തിരിക്കുന്നത്, അതായത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ ഞാൻ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് മതിയായി തീരുന്നവനല്ല, പരലോകത്തെ നാൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ എന്നെ
എൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നൊരു ബോധം ഉണ്ടെങ്കിലേ ഇവിടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആഖിറത്തെക്കുറിച്ച് ഇത്ര ഗൗരവപൂർവ്വം പറയുന്നത് ആഖിറത്തിൽ ചെന്നതിന് ശേഷമുള്ള സംഗതിക്കല്ല, ദുന്യാവിലെ ശാന്തമായ ജീവിതത്തിന് അതൊരു കണ്ടീഷനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുകയാണ്. ആഖിറത്തെ ഓർമ്മിക്കാത്ത സമൂഹത്തിൽ ശാന്തവും സമാധാനപരമായ ഒരു ജീവിതം അസാധ്യമാണ് എന്നുള്ളതിന് ലോക ചരിത്രം തന്നെ സാക്ഷിയാണ്. ഇവിടെ നമ്മൾ ഓരോ സംഗതികൾ കൈകാര്യം ചെയ്യുമ്പോൾ പബ്ലിക് മുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അനധികൃതമായി വെട്ടിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഡെയിലി പത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സമൂഹം, ആഗോള സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒന്ന്, അവൻ അവകാശമില്ലാത്തത് കട്ടെടുക്കുകയോ പിടിച്ചു പറിക്കുകയോ കണ്ണിൽ പൊടിയിട്ടെടുക്കുകയോ കള്ളക്കണക്കെഴുതിയെടുക്കുകയോ ചെയ്യുന്നു. അത് ജഡ്ജി ആയാലും വക്കീലായാലും ഭരണാധികാരി ആയാലും തോട്ടിപ്പണിക്കാരനായാലും ക്ലാർക്കായാലും മറ്റേ ആരായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അത് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവൻ ചെയ്യുമ്പോൾ ഗൗരവമുള്ളതാണ്. കാരണം അവന് അവകാശവും അധികാരവും ഒക്കെ ഉള്ള അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരന് ഖജനാവിൽ പോയി കക്കാൻ പറ്റില്ല, ട്രഷറിയിൽ നിന്ന് കൊള്ളടിക്കാൻ പറ്റില്ല. ഒരു ട്രഷറി ഓഫീസർക്ക് ട്രഷറിയിൽ നിന്ന് കൊള്ളടിക്കാം, അതിന് സൗകര്യമുണ്ട്. അപ്പൊ അവനെ വിശ്വസിച്ചേൽപ്പിച്ചത് വിശ്വാസ വഞ്ചനയും കൂടെയാണ്. അതുപോലെ തന്നെ ഒരു ഭരണാധികാരി അവൻ എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഈ രാജ്യത്തിന്റെ മനുഷ്യന്മാരെല്ലാം ഞാൻ ഏകോദര സഹോദരങ്ങളായി നീതിപൂർവ്വം ആരുടെയും ഭീഷണിയോ അല്ലെങ്കിൽ മറ്റ് പ്രലോഭനങ്ങൾക്കോ ഒന്നും വശംവദരാവാതെ നീതിപൂർവ്വം ചെയ്തു കൊള്ളുമെന്ന് ഇതിനാൽ മാലോകരെ നിങ്ങളുടെ മുന്നിൽ ഇതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പിറ്റേ ദിവസം മുതൽ ചിലപ്പോൾ അതിന്റെ അപ്പുറത്ത് മുതൽ തന്നെ വാഹനം ഉപയോഗിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇന്ന് ആഗോളാടിസ്ഥാനം ഈ ഇവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തോ ഇന്ത്യ രാജ്യത്തോ മാത്രമല്ല അയൽ രാജ്യങ്ങളിലോ അല്ലാത്ത ലോക രാജ്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ശുദ്ധ തട്ടിപ്പാണ്. ഒരു വ്യക്തമായ ഒരു പ്രതിജ്ഞ ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിർത്തുകയും, അവിടെ പടച്ചോനില്ലാത്തവരുടെ ജനങ്ങളാണ് പടച്ചോൻ, അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിർത്തുകയും എന്നിട്ട് ആ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്നതാണ് ആധുനിക ലോകത്തിന്റെ മുഖമുദ്ര. ഇവിടെ അള്ളാഹുവിനെ ഭയമുള്ള ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാണ് ഉത്തരവാദിത്വം. ജനങ്ങളോട് പറയുന്നതിനപ്പുറം അള്ളാഹുവിനോട് ഞാൻ പറയേണ്ടി വരും എന്നൊരു ബോധം ഉണ്ടാവും. അപ്പൊ ആ ബോധം അത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർക്ക് ദൃഢമായ ബോധ്യമുണ്ട്, അവരാണ് സത്യവിശ്വാസികൾ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം പ്രാപിച്ചവർ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം സാദതുഹും ഈമാനാ. അതായത് ആയാതുഹു സാദതുഹും ഈമാനാ. അള്ളാഹുവിന്റെ പേര് കേട്ടാൽ ഇങ്ങനെ ഹൃദയം വിറച്ചു പോകും, ബേജാറായി പോകും. അള്ളാഹ് എന്ന ആ മഹത്തായ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അത് ഉൾക്കൊള്ളാനാവാതെ ഹൃദയം ഇങ്ങനെ വിറച്ചു പോകും. ഒരു നാച്ചുറലായ ഒരു സംഗതിയാണ്. അതായത് ഒരു കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനത്തിന് മുകളിൽ അതിനേക്കാൾ പവർഫുൾ ആയ ഒരു സാധനം അടിച്ചുവിട്ടാൽ അത് ഒന്നുകിൽ ഇല്ല പീസായി പോകും, അല്ലെങ്കിൽ ഷിവർ ചെയ്യും. നമുക്കറിയാവുന്ന സംഗതി. നമ്മുടെ മനസ്സിനൊരു കപ്പാസിറ്റി ഉണ്ട്, അതിന് ഇത്ര ഊർജം ഇത്ര നിലയിൽ ഇന്ന രീതിയിൽ ഇന്ന ഒരു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എന്ന് പറയുന്ന, അള്ളാഹു ജനിച്ചു വരുന്നില്ല, അള്ളാഹു എന്ന വാക്ക് കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഇമാജിനേഷൻ, ആ സങ്കല്പം, അത് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ശരീരത്തിന് താങ്ങാനാവാതെ പറിച്ചു പോകും. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് തന്നെ ഇപ്പൊ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരാൾ പറഞ്ഞു ഒരു ഫോൺ വന്നിട്ട് എന്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബേജാറായി. ചിലപ്പോ വീണു, ഉമ്മ മരിച്ചു എന്ന് പറയാം. ഉമ്മയും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം നമ്മുടെ മനസ്സിലൊരു ആഘാതമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ചിലപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് നിന്ന് പോകും, ചിലപ്പോൾ ആർട്ടറിയൊക്കെ പൊട്ടിപ്പോകും, ചിലപ്പോൾ ഹെമറേജ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് വിറച്ചു പോകും. പിന്നെ ശാന്തമാകും എന്നുള്ളത് വേറെ വിഷയം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ആളുകളാണ് സത്യവിശ്വാസികൾ. അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്ന അതൊക്കെ നോക്കി പഠിച്ചാൽ മതി. ഇനി വേറൊരു ഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദതും അം ലം തൻദിറുഹും ലാ യുമിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം വശാവത്തും വലഹും അദാബുൻ അദീം. അതായത് ഹൃദയം സീല് വെക്കപ്പെട്ട കുറെ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി സൃഷ്ടിച്ചു കൊടുത്ത ഹൃദയത്തെ ദുനിയാവിന്റെ ഈ കേടുകൾ, അതായത് ഒരു മനുഷ്യൻ ഒരു അനാവശ്യം ഒരു തെറ്റി ഒരു പാപം ചെയ്യുമ്പോൾ ശുഭ്രമായ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അങ്ങനെ നിരന്തരമായി തോന്യാസവും അനാവശ്യവും അന്ധതയിലും ഫീ തുഗ്യാനിഹിം വഹും യഅമഹൂൻ, അതായത് തോന്യാസത്തിൽ ഇങ്ങനെ വിഹരിക്കുമ്പോൾ ഈ ശുദ്ധ ഹൃദയം, അതൊരു ഒരു പ്രതീകാത്മകമായി പറഞ്ഞാണ്, ശുഭ്രമായ വെള്ളയായ ഒരു സാധനമാണ് ഹൃദയമെങ്കിൽ ഒരു തോന്യാസം ഒരു കറുത്ത പുള്ളി, വീണ്ടും അങ്ങനെ 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 കുറെ കറുത്ത പുള്ളികൾ വീണത് ഹൃദയം കറുത്ത് കടുത്ത് കാരിരുമ്പിനെ ഖാസിയത്ത് ഖുലൂബ് എന്നാണ് ഖുർആൻ അതിനെ പറഞ്ഞത്. അതായത് കരിമ്പാറയ്ക്ക് കാൽ ശക്തിയുള്ള ഹൃദയമായി. എന്ത് തോന്നിയാസം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത, അവിടെയും ഒരു ഓവറോൾ കൺട്രോൾ അല്ലാഹു തആല ഉണ്ട് എന്നുള്ളതാണ്. ഒരു വെട്ടുകത്തി കൊണ്ട് ഒരു തോന്നിയാസിക്ക് ഒരുപാട് ആളുകൾ വെട്ടിക്കളയാം, പക്ഷെ വെട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ അള്ളാഹുവിന്റെ ഒരു കൺട്രോൾ ഉണ്ട്. ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ മനുഷ്യന് എത്ര തോന്നിയാസിയായാലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ സമൂഹത്തിൽ വേറെ ഉണ്ട്. അത് ആ കാബീലിന്റെ വംശപരമ്പരയിൽപ്പെട്ട്, അല്ലെങ്കിൽ ആ സ്വഭാവ പെരുമാറ്റം, വംശപരമ്പര ജനറ്റിക് കൊല്ല പറഞ്ഞത്, അതായത് ജനിതക ശാസ്ത്രപരമായ വംശപരമ്പര ഇങ്ങനെ ഒഴുകി വരുന്നു എന്നുള്ളത് ഖുർആനിലിരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അവന്റെ സ്വഭാവം, ആ സ്വഭാവം അങ്ങനെയാണ്. ഇനി വേറൊരു വിഭാഗമുണ്ട്, മിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ വിശ്വാസികളാണെന്ന് പറയുകയും വിശ്വാസികളുടെ വേഷം ധരിക്കുകയും വിശ്വാസികളെ പോലെ പള്ളിയിലെത്തുകയും വിശ്വാസികളെ പോലെ നമസ്കരിക്കുകയും വിശ്വാസികളെ പോലെ റസൂലിന്റെ കൂട്ടത്തിൽ പല കാര്യങ്ങൾക്കും ബന്ധപ്പെടുകയും യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും അതുപോലെ തന്നെ തീരുമാനമെടുക്കാനും ഒപ്പൂട്ടാനൊക്കെ വരികയും അവസാന യുദ്ധത്തിന്റെ സമയം വരുമ്പോൾ തനിത്തളയുകയും. വഹദിൽ അങ്ങനെ സംഭവിച്ചു. 1000 പട്ടാളക്കാർ, 1000 സത്യവിശ്വാസികളായ ഭടന്മാർ റസൂലിന്റെ കൂടാണ്ട് പോവുക വഹദിലേക്ക്. കുറച്ചെത്തിയപ്പോൾ 300 ആള് പിരിഞ്ഞുപോയി. നമുക്ക് എത്ര ശതമാനം അള്ളാന്റെ റസൂലിന്റെ സ്കൂളിൽ നിന്ന് നേരിട്ട് പഠിച്ചിട്ട് എത്ര ശതമാനം അന്ന് പിരിഞ്ഞുപോയി എന്നുള്ളതാണ്. 700 ആളെ ബാക്കിയുണ്ടായുള്ളൂ. 300 ആളുകൾ പിരിഞ്ഞുപോയി. നിസ്സഹാനായ പ്രവാചകൻ നോക്കിയെന്ന് ബേജാറായി. അള്ള പിന്നീട് പറഞ്ഞു കൊടുത്തല്ലോ, അവർ പോയത് നല്ലതാ മുഹമ്മദേ, അവന്മാരെങ്ങാനും നിന്റെ കൂടെ വന്നിരുന്നെങ്കിൽ നീ പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് പിത്തിനുണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് ആകെ നിങ്ങളുടെ മനോവീര്യം തകർക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടതാണ്. അവര് ആ കൂട്ടത്തിലുണ്ട്. അവര് സമുദായത്തിന്റെ കൂട്ടത്തിൽ എന്നും എപ്പോഴുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കൂട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൂടെ ഉണ്ടാവാതിരിക്കാൻ യാതൊരു ന്യായമില്ലല്ലോ. പള്ളിയിൽ വരും, നിസ്കരിക്കും, ചെയ്യും. ഇത് ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഓരോ സംഗതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതുവരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കറിനും ഉമറിനൊക്കെ പേടി, പഠിച്ചു അങ്ങനത്തെ സ്വഭാവം എന്റെ അടുത്തുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണ് സത്യവിശ്വാസികൾ ചെക്ക് ചെയ്തിരുന്നത്. നിഷേധികളായ ആളുകളെക്കാൾ കടുപ്പമാണ് അൽ മുനാഫിഖ് ഫി ദറക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള ശിക്ഷ നൽകുന്ന ഒരു വിഭാഗമാണ് വിശ്വസിച്ച് ചതിക്കുന്നവരാണ്. മാനസിക രോഗികളാണ്, സൈക്കോ പേഷ്യൻസ് എന്നാണ് പറയുന്നത്. ഫീ ഖുലൂബിഹിം മറദ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. നമ്മളെ സൈക്കാട്രിയും മറ്റ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞ അവർ മാനസിക രോഗികളാണ്. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയത്തിൽ രോഗമാണ്. ഫസാദഹുമുല്ലാഹു മറദ, കുറയാനൊന്നും പോണില്ല. ഏത് സൈക്കാട്രിസ്റ്റിനെ കണ്ടാലും ഈ രോഗം കുറയില്ല, കാപട്യത്തിന് മരുന്നില്ല എന്ന് അള്ളാഹു പറയാണ്. ഫസാദഹുമുല്ലാഹ്, അതിങ്ങനെ നാം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിനൊരു പേടിയില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നമുക്കാണ് ഭയങ്കര പേടി. അതായത് കുഫ്റ് കൂടിയാല്, ശിർക്ക് കൂടിയാല് നമ്മളാകപ്പാടെ പൊളിഞ്ഞു പോകുന്നുള്ളത് നമുക്ക് പേടി. പടച്ചവനൊരു പേടിയില്ല. കാരണം അള്ളാഹുവിന്റെ കൺട്രോളിന്റെ ഉള്ളിലാണല്ലോ ഇത്. നമുക്കിതിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് ഭയങ്കരമായ പേടിയാണ്. അപ്പൊ അങ്ങനെയുള്ള 3 വിഭാഗങ്ങളായി: സത്യവിശ്വാസികൾ, സത്യനിഷേധികൾ, സത്യവിശ്വാസം ഉണ്ടെന്ന് അഭിനയിക്കുന്ന മുനാഫിക്കുകളായ ആളുകൾ, കാപട്യമുള്ള ആളുകൾ. അതിൽ ഒരുപാട് തെളിവ് അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ട്, വാക്ക് പാലിക്കാതിരിക്കുക കാപട്യത്തിന്റെ ലക്ഷണമാണ്. ഒരാൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ അവൻ 33% മുനാഫിക്കാണ്. അത് വരുന്ന കാര്യമായാലും കൊടുക്കുന്ന കാര്യമായാലും എടുക്കുന്ന കാര്യമായാലും ആരോടായാലും വാക്ക് പറഞ്ഞാൽ പാലിക്കണം. അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവൻ 33% മുനാഫിക്കാണ്. ഒരാൾ നാക്കെടുത്താൽ കള്ളമാണ് പറയുന്നതെങ്കിൽ അവന് 33, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ 66%, 66.66% മുനാഫിക്കാണ്. വിശ്വസിച്ചാൽ വഞ്ചിക്കുകയാണെങ്കിൽ 100%, 3 സംഗതിയും കൂടെ ഒട്ടിയാൽ 100%. നാക്കെടുത്താൽ കള്ളം പറയുക, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ പറ്റിക്കുക. ഈ സമുദായത്തിന്റെ പേരുമായി നടക്കുന്ന എത്രയോ ലക്ഷം ആളുകൾ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഗൗരവപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഈ നിഫാഖിൽ പെട്ടുപോയാൽ രക്ഷ ഉണ്ടാവില്ല.
അങ്ങനെ പെട്ടുപോയിരിക്കണം. അവർക്ക് നല്ലത് അതൊക്കെ അവസാനിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒതുങ്ങലാണ് എന്ന് ഖുർആനിൽ നിരന്തരമായി പറഞ്ഞിട്ടുണ്ട്. ഇനി സത്യവിശ്വാസികളുടെ നേരെ തിരിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പറയില്ല, വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്. നാം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ഒരേ ഒരു സത്യമേ നാം പറയുന്നുള്ളൂ. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നിന്റെ മുന്നിലുള്ള പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്ത എല്ലാത്തിനെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട്, തസ്ദീഖ് ചെയ്തുകൊണ്ട്, ശരി വെച്ചുകൊണ്ട് ആണ് നിനക്കിത് പറഞ്ഞത്. അല്ലാഹു ഒരു സംഗതിയെ പറയാണ്, ഈ പ്രപഞ്ചത്തെ നാമാണ് സൃഷ്ടിച്ച് സംരക്ഷിച്ച് വളർത്തുന്നത്, വലുതാക്കുന്നത്. ഇതിലൊരു അണുതൂക്കം ഏതെങ്കിലും അവകാശമോ അധികാരമോ മറ്റാർക്കും ഇല്ല. നമ്മുടെ കൈവശമാണിതുള്ളത്. ആരെന്ത് ചെയ്താലും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ദുന്യാവും മറ്റൊന്ന് ആഖിറവും. ദുന്യാവിലെ ലേശം സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ആളാവാനും അതുകൊണ്ട് അതൊക്കെ എന്റേതാണെന്ന് പറഞ്ഞ് എളിയാനും ഒക്കെ ശ്രമിച്ചാൽ കുഴപ്പമാണ്. അതല്ല, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു മര്യാദയ്ക്ക് പടച്ചവനെ എന്നെ കഴിച്ചിലാക്കണേ എന്ന് പറഞ്ഞ വിനയത്തോടു കൂടി ജീവിച്ചാൽ പരലോകത്ത് വരുമ്പോൾ നിങ്ങളെ വിജയിപ്പിക്കും. ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നാമാണ് രക്ഷിതാവ്, നിങ്ങൾ നമ്മുടെ അടിമകളാണ്. വളരെ ഗംഭീരമായ, ഏറ്റവും അഹങ്കാരത്തിന് അവകാശമുള്ള ഏക ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. കാരണം അവനാണ് എല്ലാത്തിന്റെയും ഉടയവൻ എന്നുള്ളതാണ്. മറ്റാർക്കും അഹങ്കാരത്തിന് അവകാശമില്ല. നമ്മളെല്ലാം, അതായത് നമ്മളല്ലേ ഇരക്കുക എന്നാണല്ലോ, ഇരക്കുക എന്നാണ്. പടച്ചവനോട് ഇരക്കുന്ന ഒരു തരം ഇരപ്പാളികൾ എന്ന് മലയാളത്തിൽ പറഞ്ഞു, അതാണ് യഥാർത്ഥത്തിൽ അവിടെ ആവണം എന്നതാണ്. അതിൽ അഭിമാനപൂർവ്വം നിലനിൽക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്റെ അടിമയായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വേണമെങ്കിൽ മതിട്ടോ, ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ മതി. ഇതൊക്കെ പറയുമ്പോൾ എന്തിനാ അല്ലാഹ് ഇത്ര കടുപ്പിച്ച് എന്താ അല്ലാഹ് ഇങ്ങനെ കടുപ്പിച്ച് പറഞ്ഞൂടെ? ഈ പ്രപഞ്ചത്തിന്റെ മഹാനായ നാഥൻ അവന്റെ അടിമകളോട് കടുപ്പിച്ച് പറഞ്ഞൂടെ? ഖുർആനിൽ എന്താ അങ്ങനെ പറഞ്ഞിരിക്കണോ? അല്ലെങ്കിൽ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണം, പക്ഷെ ഇങ്ങനെ ചെയ്യണത് ശരിയാവണമെന്നില്ല. പടച്ചവനക്കാലം വലിയ വിവരമായിട്ട് പലപ്പോഴും പല ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. അത് യുക്തിക്ക് നിരക്കുന്നതല്ല, ബുദ്ധിക്ക് യോജിച്ചല്ല. എന്താണ് യുക്തി, എന്താണ് ഈ ബുദ്ധി, ഇവനെവിടെ നിന്നാ വന്നത്, എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്നതിനെ കുറിച്ച് യാതൊരു ബോധമില്ല. സ്വന്തം എല്ലാം മറന്നിട്ട് പല തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരടുത്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സത്യം ഒന്ന് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ. അല്ലാഹു അവന്റെ അടിമകളെ കുറിച്ച് വളരെ നല്ല സൂക്ഷ്മമായി അറിയുന്നവനാണ്. തുമ്മ ഔറസനൽ കിതാബ, നിനക്ക് അവതരിപ്പിച്ചെന്ന ഗ്രന്ഥം ഉണ്ടല്ലോ, നിന്നെ എല്ലാ കാലത്തും ഖിയാമത്ത് നാൾ വരെ ഞാനിവിടെ ജീവിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നീ ഒരു മനുഷ്യൻ, ഇന്നക മയ്യിതുൻ ഇന്നഹും മയ്യിതൂൻ, നീ മരിക്കുന്നവനാണ്, അവരും മരിച്ചു പോകുന്നവരാണെന്ന് പറഞ്ഞ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുന്നു, സംശയമില്ല, മരിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് അനന്തരാവകാശം. തുമ്മ ഔറസനൽ കിതാബൽ ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, എന്റെ അടിമകളിൽ നിന്ന് ഒരു വിഭാഗത്ത് ഞാൻ ഈ വേദഗ്രന്ഥം ചുമന്നുകൊണ്ട് നടക്കാനല്ല, വേദഗ്രന്ഥം വഹിക്കാൻ, അതിന്റെ ആശയം വഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തു. ഇസ്തഫൈന, ഈ ഇസ്തഫൈന എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല കുറെ അങ്ങോട്ട് മാറിക്കുക, അവിടെ നിന്നവനൊക്കെ അങ്ങനെ ആയി എന്നല്ല പറഞ്ഞത്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ പെട്ടു. അവിടെ തെരഞ്ഞെടുപ്പ് അല്ലാഹു ആണെങ്കിലും തീരുമാനം നമ്മൾ എടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതില് ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അതിൽ കുറെ ആളുകൾ ആത്മവഞ്ചകരായിപ്പോയി. തെരഞ്ഞെടുത്ത് സത്യവിശ്വാസികളാന്ന് പറഞ്ഞവര് കുറെ ആളുകള് തെരഞ്ഞെടുത്തിട്ട് ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ, കുറെ ആളുകള് മിതത്വം പാലിക്കുന്ന ആളുകളായി. കുറെ തിന്മയും കുറെ നന്മയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടിക്കുഴമാന്തരായിട്ട് മിക്കവാറും നമ്മളൊക്കെ അതിലായിരിക്കും പെടുക. അതിലിങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ഇസ്ലാമാണെന്നൊക്കെ പറയാൻ ഞാൻ നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പിന്നെ തോന്നിയാസായിരിക്കും മൊത്തത്തിൽ കൂടുതൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ സമൂഹത്തിലെ ഏറ്റവും ജനങ്ങൾ 3 വിഭാഗം തിരിച്ചു, സത്യവിശ്വാസമെടുത്തു, അവരെ 3 വിഭാഗമായിട്ട് തിരിക്കുക. അതിൽ ഒന്നാമത്തെ വിഭാഗം വലിയ സംഘം ഉള്ളതുകൊണ്ടാണ് അവരാദ്യം പറഞ്ഞതെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അക്രമികൾ, സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചവർ, ളാലിമുൽ നഫ്സിഹി, പിന്നെ സ്വന്തം നഫ്സിനോടും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങളോടൊക്കെ ഒരു മിതത്വം പാലിച്ചവർ. അങ്ങനെ വികാരങ്ങളെ കയറൂരി വിടുന്നില്ല, അള്ളാഹുവിനോട് ഇടക്കിടക്ക് ചെന്ന് പഠിച്ചനെ പൊറുക്കണേ അഴിച്ചിലാക്കണേ എന്നൊക്കെ പറയും. പക്ഷെ അത്യാവശ്യം പേഴ്സണൽ കാര്യം വരുമ്പോൾ, എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് വരുമ്പോൾ, ഗെയിൻ വരുമ്പോൾ പഠിച്ചവന് തൽക്കാലമായിട്ട് മറയിട്ടുള്ളത് മൂടിക്കളയും, എന്നിട്ട് മൂപ്പര് പണി നോക്കും എന്നുള്ള അങ്ങനെയുള്ള വിഭാഗം ഉണ്ട്. അവർ മറ്റവരെക്കാൾ കുറഞ്ഞ വിഭാഗമാണ്.
വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഇനി ഒരു വിഭാഗം ഉണ്ട്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നന്മയിൽ മുന്നേറുന്നവർ. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, നന്മയിൽ മുന്നേറാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതി വേണം എന്നതാണ്. അപ്പൊ 3 വിഭാഗമായി തിരിയുക. ഫളുൽ കബീർ, അതാണ് മഹത്തായ വിജയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ജന്നാത്തു അദ്ലിൻ യദ്ഖുലൂനഹാ യുഹല്ലൂന ഫീഹാ മിൻ നസാവിറ മിൻ ദഹബിൻ വലുഉലും വലിബാസുഹും ഫീഹാ ഹരീർ. അവർക്ക് ഉള്ള പ്രതിഫലത്തെ കുറിച്ച് പറയാം. അവര് നല്ല നിത്യാനന്ദത്തിന് സ്വർഗാരാമത്തിൽ വള്ളകൾ അണിയിച്ച് പട്ടുവസ്ത്രങ്ങൾ ലഭിച്ച് അവിടെ കിടത്തുന്നതാണ്, അവരെ കടത്തുന്നതാണ്. മുഫസ്സിറുകളിൽ നല്ലൊരു വിഭാഗം പറയുന്നത് ഈ പറഞ്ഞ സംഗതി ഏറ്റവും ഒടുവിൽ പറഞ്ഞ സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹിക്ക് വേണ്ടി പറഞ്ഞതാണ് എന്നാണ്. പക്ഷെ മുഫസ്സിറുകളിൽ അധിക വിഭാഗം പറയണം, അല്ല, 3 ആളുകൾക്കും ഇത് ബാധകമാണ്, സ്വർഗം കിട്ടും. അപ്പൊ നമുക്കൊരു എന്നാ കുറെ തെറ്റുകളൊക്കെ ചെയ്താലും സ്വർഗം കിട്ടുമല്ലോ, അല്ല കുറെ തിന്മയും നന്മയും ചേർത്താൽ സ്വർഗം കിട്ടുമല്ലോ എന്ന് ആശ്വസിക്കാൻ വലിയ വകയൊന്നുമില്ല. വേറെ ചില സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്, റസൂല് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ നന്മ ചെയ്യുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതായത് എന്ത് മാ അസാബ മിൻ ഹസനത്തി വ മിൻ അല്ലാഹ്, നമ്മൾ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നന്മ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വന്നതാണ്. എന്ത് നന്മ ഉണ്ടെങ്കിലും അല്ലാഹ് ചെയ്തെന്നാണ് അല്ലാഹ് പറയുന്നത്. നമുക്ക് വേഷം ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാൻ, നമുക്കൂടെ കുറച്ച് ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിൽ സഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ നന്മ ചെയ്യുന്നത് അല്ലാഹു തആല ആണ് എന്ന് വിചാരിച്ച് അതിന് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനോഭാവം വേണം. അതായത് അന്നൽ ഫളല ബിയദില്ലാഹി യുതി മൻ യശാ, അല്ലാഹു തആലയുടെ കയ്യിലാണ് നന്മ മുഴുവൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. അപ്പൊ 1ാം വിഭാഗമാണ് ഈ സാബിഖുൻ ബിൽ ഖൈറാത്ത്, അതായത് മുഖറബൂൻ അൽ-അവ്വലൂൻ അസ്-സാബിഖൂൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലത്ത് പറയുന്നത്. അസ്-സാബിഖൂൻ അൽ-അവ്വലൂൻ അൽ-മുഖറബൂൻ, ആദ്യമായി അതായത് മുന്നേറി വരുന്ന ആളുകൾ, അവര് എപ്പോഴും നന്മയിൽ മുന്നേറുന്ന ആളുകളായിരിക്കും. കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കും, സഹായം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായത്തെക്കുറിച്ച് ബോധമുള്ളവരും അത് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുന്നവരുമായിരിക്കും. ഓണർഷിപ്പ് ഒന്നും കയറി ഏറ്റെടുത്ത് കുലുമാലെന്നുണ്ടാക്കൂല, സത്യവിരുദ്ധമായ നടപടികളൊന്നും സ്വീകരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ പെടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ചുള്ളത്. അവർക്കാണ് ഫിർദൗസ് ഉള്ളത്. ചോദിക്കുമ്പോൾ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണമെന്ന് നബി നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ സനാഅക കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സഹോദരങ്ങളോട് ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. 1ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ വലാ തഹ്നൂ വലാ തഹ്സനൂ. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മളോട് പറയാണ്, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾ ഉന്നതന്മാരായിരിക്കും. നിങ്ങൾ ദുഃഖിതരോ വ്യാകുലചിത്തരോ ആകേണ്ടതില്ല. ജീവിത പ്രശ്നങ്ങൾ നിങ്ങളെ കമഴ്ത്തൂല്ല. നിങ്ങളെപ്പോഴും ജീവിത പ്രശ്നങ്ങളുടെ മുകളിലായിരിക്കും. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബുദ്ധിക്ക് താഴെയായിരിക്കും. ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ അന്തം വിട്ടാൽ അള്ളാഹുവിലേക്ക് തിരിയും. അപ്പോൾ അള്ളാഹു ഒരു വഴി കാണിച്ചിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടുകൂടി നിങ്ങൾ ചെയ്യും. അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ടത് ചെയ്തു എന്ന് പറയും. അങ്ങനെ ഒരു വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് വിളിക്കുന്നൊരു സമൂഹം. ഇത് ചെയ്താൽ പോരാ. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മ ചെയ്യുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും നന്മയിലേക്ക് ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ നന്മയിലേക്ക് ആളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹ് തന്നതാണ് എന്ന് നമ്മൾ പറയണം എന്നുള്ള നമ്മളെ സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ ഇവിടെ ഒരു ബഹുസ്വര സമൂഹം, പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി. നമ്മളെന്തെങ്കിലും ദീനുൽ ഇസ്ലാമിന്റെ കാര്യം ഒരു പബ്ലിക് സദസ്സിൽ പറഞ്ഞാൽ നമ്മളെ സെക്കുലറിസത്തിൽ എന്തോ വെള്ളം ചേർന്ന് പോകും എന്നാണ് പൊതുവെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെ മതേതര പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അള്ളാന്റെ പേര് പറയാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഒരാളിനടുത്ത് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോൾ നബിവചനം എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതുണ്ടാകുന്നത് എന്താ? അത് വേണ്ട. നബിവചനം അള്ളാഹു പറഞ്ഞത്
ഞാൻ മോമിനാണ്, ഞാൻ മുസ്ലിമാണ്. എടോ, ഇതാരെയും കൊല്ലാനുള്ളതല്ല, ആരെയും തലക്കിട്ട് കയറാനുള്ളതല്ല. എല്ലാ കാലത്തും ജീവിക്കാൻ ജന്നാത്തുൻ തജ്രി, താഴ്ഭാഗങ്ങളുടെ അരുവികൾ ഒഴുകുന്ന നിത്യാനന്ദത്തിന്റെ സ്വർഗാരാമത്തിൽ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ വിളിക്കാനാണ് അള്ളാഹ് ഏൽപ്പിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ തൽക്കാലം ഇവിടെ ജീവിക്കാൻ, ഇത് പറഞ്ഞാൽ നമ്മുടെ മതേതര പ്രതിച്ഛായയ്ക്ക് എന്തോ തകരാറുണ്ടാവും എന്നുള്ളത് പൊതിഞ്ഞ് അവർ പറഞ്ഞതും ശരി, ഇവർ പറഞ്ഞതും ശരി, മറ്റത് പറഞ്ഞതും ശരി. അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആരെയും കൊല്ലാനോ ആരെയും തള്ളിയിടാനോ നിർബന്ധിച്ച് അടിച്ചിപ്പിക്കാനൊന്നുമില്ല. ഒമൻ ഷാ വൽയുമിൻ ഒമൻ ഷാ വൽയക്ഫുർ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവനെ നിഷേധിക്കാം എന്നുള്ളത്. അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കേണ്ട സ്ഥലത്ത്, പ്രവാചകന്റെ പേര് ഉച്ചരിക്കേണ്ട സ്ഥലത്ത് ഞാനൊന്ന് സത്യവിശ്വാസിയാണ്, ഞാൻ സത്യവിശ്വാസിയാണ്, അധർമ്മം ചെയ്യാൻ പറ്റൂല, അനീതി കാണിക്കാൻ പറ്റൂല, അക്രമം എനിക്ക് പറ്റൂല, തോന്നിയാസം എനിക്ക് പറ്റൂല, ഞാൻ മുന്നണിയിൽ നിന്ന്, മനുഷ്യ സമൂഹത്തിന്റെ മുന്നണിയിൽ നിന്ന് നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഉത്തമ സമുദായത്തിന്റെ മെമ്പറാണ് എന്ന അഭിമാനപൂർവ്വം പറയാത്തവന് സത്യവിശ്വാസന്റെ ഹലാവത്ത്, ഈമാന്റെ രുചി ഒരിക്കലും അള്ളാഹ് അനുഭവപ്പെടുത്തി കൊടുക്കില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ഉഖ്രിജത്ത് ലിന്നാസ്, അഖ്റജ ലിന്നാസ് എന്നല്ല അള്ളാഹ് പറഞ്ഞു. ഉഖ്രിജത്ത് അവിടെ ഫാഇൽ അള്ളയാണ്. ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. കുന്തും ഖൈറ ഉമ്മത്തിൻ, ഈ സമുദായത്തിന്റെ അന്തസ്സും നിലയും വിലയും ഒക്കെ മനസ്സിലാക്കാൻ ഈ ആയത്തിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. അതായത് ജനങ്ങളെ മുന്നിൽ നിന്ന് നീക്കണം, അവരുടെ ആദർശങ്ങൾ, വീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ, ജീവിത ഇടപാടുകൾ, അവരുടെ നിയമം, അവരുടെ സംഗതികൾ, എല്ലാ കാര്യങ്ങളും, ഇടപാടുകൾ എങ്ങനെ നടത്തണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ കക്കൂസി പോകണം, എങ്ങനെ ഭാര്യ ഭർത്താവ് ബന്ധം ഉണ്ടാക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ വിവാഹം നടത്തണം, എങ്ങനെ വീടുണ്ടാക്കണം, എങ്ങനെ വീട് കൂടണം, എങ്ങനെ വാഹനം വാങ്ങണം, എങ്ങനെ ഓടിക്കണം, എങ്ങനെ കണക്കെഴുതണം, എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, അതുപോലെ എങ്ങനെ രാജ്യം ഭരിക്കണം എന്നൊക്കെ മഹാനായ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ബയ്യിനാത്ത്, വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു വേദഗ്രന്ഥം വഹിക്കുന്ന ആളുകൾ നിങ്ങൾ ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാനുള്ളതാണ്. ബാക്ക് സീറ്റ് ഡ്രൈവിംഗിന് വേണ്ടിയല്ല. നിങ്ങളെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമുദായമാണ്. ഉമ്മത്തൻ വസത്ത, ഒരു മധ്യമ സമുദായമാണ്. നിങ്ങൾ ഈ മതത്തിന്റെ കാര്യം പറഞ്ഞു അതിൽ ഭയങ്കരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മനുഷ്യന്മാരെ കെട്ടിടാൻ വേണ്ട. അതുപോലെ അയഞ്ഞ് ലൂസായ മതത്തിന്റെ യാതൊരു ലാഞ്ചനയില്ലായ ഒരു സോഷ്യൽ ലൈഫ് അതിനും പറ്റൂല. നിങ്ങൾ ഉമ്മത്തം വസത്തൻ, ഒരു സന്തുലിത സമുദായമായിരിക്കണം. അപ്പൊ ഖൈറ ഉമ്മത്ത് ഉമ്മത്തം വസത്ത് ഹുവ ജിത്ബാക്കും മുജിത്തബ, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഹുവ സമ്മാകുമൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന പേര് വെച്ചത്. നിങ്ങളോട് എഴുതി ചേർത്തല്ല. ഹുവ സമ്മാകുമൽ മുസ്ലിമീൻ, ഹി നൈംഡ് യു ആസ് മുസ്ലിംസ്. ഇംഗ്ലീഷ് പറഞ്ഞാലാണ് അത് ഏറ്റവും കൂടുതൽ മനുഷ്യ മനസ്സിലെത്തുക എന്നുള്ള അറിയുന്നവർക്ക്. കാരണം അവനാണ് നിങ്ങളെ നാമനിർദ്ദേശം ചെയ്തത്, പേര് വെച്ചെന്നല്ല, നാമനിർദ്ദേശം ചെയ്തത്. മുസ്ലിം എന്ന് നിങ്ങളെ നാമനിർദ്ദേശം ചെയ്തത് നിങ്ങളല്ല, അവനാണ്. ഹുവ സമ്മാകുമൽ മുസ്ലിമീൻ, ഖൈറ ഉമ്മത്താണ്, ഉമ്മത്തും വസത്താണ്. അതുകൊണ്ട് എന്നും എല്ലാ കാലത്തും നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യരെ നന്മയിലേക്ക്, ശാന്തിയിലേക്ക്, സ്നേഹത്തിലേക്ക്, സാഹോദര്യത്തിലേക്ക്, സൗഹൃദത്തിലേക്ക്, ജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് നയിക്കാൻ വേണ്ടി നാം തെരഞ്ഞെടുത്തയച്ചതാണ്. ഇന്നലെ തുടങ്ങിയ പണിവല്ല, ആദം നബി മൂലം തുടർന്നു വരുന്നതാണ്, കാലാന്തരങ്ങളായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇത് നാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കട്ടൻട്രിയായി പറഞ്ഞ വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുശ്രികൂൻ, സത്യനിഷേധികളും അതുപോലെ ബഹുദൈവ വിശ്വാസികളും എന്തെല്ലാം എതിർത്താലും ഇത് നാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്നത്. ഭൂമിയിലുള്ള എല്ലാ ആളുകളും കൂടെ ഒരു മൈതാനത്തിൽ ഹാജരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കി, പടച്ചോല്ല എന്ന് പ്രമേയം പാസ്സാക്കി ഇല്ലാതാവണതല്ല പടച്ചോൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് മനസ്സിലാക്കിയാൽ, ഇത് ഉൾക്കൊണ്ടാൽ, ഈ സമുദായം ഇത് ഉൾക്കൊണ്ടാൽ, ഇതുമായി നടക്കുന്ന ആളുകളിൽ കൊണ്ടാൽ അവരുടെ തല ആരുടെ മുന്നിൽ കുനിഞ്ഞു പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പേർഷ്യൻ റോമാ ചക്രവർത്തിമാരുടെ സിംഹാസനങ്ങളെ ഇളക്കി കളഞ്ഞിട്ട് ഈ ലോകത്ത് അത് സ്ഥാപിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ഉറക്കുപാട്ട്, ഒരു സ്വപ്നകഥ പറഞ്ഞതല്ല എന്നുള്ളതിന് ചരിത്ര സാക്ഷ്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ കൺമുന്നിലൂടെ അത് ഇങ്ങനെ നടന്നുപോയി എന്നുള്ളതാണ്. ഇന്നും അതിന്റെ ബാക്കി പത്രങ്ങൾ ലോകത്ത് മുഴുവനുണ്ട്. അതുകൊണ്ട് ലോകാവസാനം വരെ നിലനിർത്തി പൂർത്തീകരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. നിങ്ങൾ ആ സമുദായത്തിന്റെ മെമ്പർമാരാണ് എന്ന് പറയുന്നെങ്കിൽ മര്യാദയ്ക്ക് വിശ്വസിച്ചുകൊണ്ട് വിനയാനിതരെ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചു സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹി കൂടാൻ നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരുപാട് ന്യായങ്ങൾ അങ്ങോട്ട് പറയാം. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക. ദീനീ പ്രവർത്തനം പ്രസംഗിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുക, എഴുതുന്നതിന് തടസ്സം ഉണ്ടാക്കുക, അതുപോലെ തന്നെ അള്ളാഹിനെ കുറിച്ച് പറയുന്നതിന് തടസ്സം ഉണ്ടാക്കുക. അതെല്ലാം പറഞ്ഞ് പിശാചിന്റെ പണിയാണ് പേടിപ്പിക്കുന്നത്. ഇതെങ്ങാനും പറഞ്ഞാൽ ഇവിടെ ജീവിപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് ആളുകളോട് പറയാൻ വേണ്ടി തന്നെ അള്ളാഹു തആല ഖുർആനിൽ എഴുതി വെച്ചതാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞേ പറ്റുള്ളൂ.
അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു തആല അവന്റെ അടിമകൾ ആരെങ്കിലും പറയിക്കുന്നതാണ്. അത് പറയാൻ നമുക്കാണ് തൗഫീഖ് കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ 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 എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നതാണ്. അല്ലാതെ പറയണ എന്നെയോ കേൾക്കുന്ന ഇവിടെ സംവിധാനം ഒരുക്കുന്ന നിങ്ങളോ പള്ളിയിൽ വന്ന് ഇരുന്ന് തരുന്നുണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് നമ്മളാരെയും മുന്നിൽ കൊണ്ടൊന്നുമല്ല. ഞാനിവിടെ നിരന്തരമായി ഇതിനെക്കുറിച്ച് പറയുന്നു. അത് ഞാനത് പഠിച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനുള്ള ആരോഗ്യം വേണ്ടേ? നിന്ന് കഴിഞ്ഞാൽ ഷുഗറും പ്രഷറൊക്കെ ഉണ്ടേ. പ്രഷർ ഒന്ന് കൂടിയിട്ട് പറഞ്ഞു ഇരുന്നൂടെ, ഷുഗർ കൂടിയിട്ട് പറഞ്ഞു ഇരുന്നൂടെ, അതുപോലെ എന്തെല്ലാം ചെയ്തുകൂടെ, അതുപോലെ ഇത് മറന്നു പോയിക്കൂടെ? ഇതൊക്കെ ഏത് സമയവും എന്തും സംഭവിക്കാമല്ലോ. ആർക്കാണ് എന്താണ് അടുത്ത നിമിഷം സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്താതിരിക്കാൻ ആക്സിഡന്റ് പറ്റാമല്ലോ. അപ്പൊ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അള്ളാഹു അവന്റെ കലാം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ അവന്റെ അടിമകളെ ഒരുക്കുന്നതിന്റെ ഒന്നാം തരം ഉദാഹരണമാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കി അതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അതല്ല വാഗ്ദാനം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിപ്പെട്ട് പഠിച്ചപ്പോ വേണ്ട അന്ന് തൽക്കാലം നീ ഓതുന്നത് ഓതിക്കോ, ഇന്ന അലൈനാ ബയാനഹു. അത് വിശദമാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൈവശമാണ്. അത് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. ഇത് ഇറക്കിയത് നാമാണ്, അത് സൂക്ഷിക്കണ പണിയും നാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതിന്റെ സത്യാവസ്ഥയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ മുസാഹിഫും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്ന സംഗതി ഖൈറ ഉമ്മത്ത്, ജനങ്ങളെ മുന്നിൽ ടെക്നോളജി ആണെങ്കിൽ ഏറ്റവും നല്ല ടെക്നോളജി എന്താണെന്ന് ജനങ്ങളോട് ലോക ജനതയോട് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു സമുദായമാണ്. കാര്യം ഈ ടെക്നോളജിയുടെ കർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ബുദ്ധിയിലൂടെയാണ് ജീവിത സൗകര്യത്തിന് വേണ്ടി ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്നത് എന്ന ബോധത്തോടുകൂടി ഇത് പഠിപ്പിക്കുമ്പോഴും മാത്രമേ ആ ടെക്നോളജി ആവുള്ളൂ പ്രയോജനകരമായ ടെക്നോളജിയാണത്. കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, എയറോനോട്ടിക് മേഖലയിൽ, ജനറ്റിക് എഞ്ചിനീയറിംഗ് മേഖലയിൽ എല്ലാം ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ അനന്തരഫലം മനുഷ്യരെത്തുമ്പോൾ അവന്റെ കുടുംബത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്നതാണെങ്കിൽ ആ ടെക്നോളജി കൊണ്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ശാന്തി ഉണ്ടാക്കണം, സമാധാനം ഉണ്ടാക്കണം. ആഖിറത്തിൽ ശാന്തി മാത്രമല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഫി ദുനിയ, ദുനിയാവിലും ശാന്തി ഉണ്ടാവും. ദുനിയാവിലും ശാന്തി ഉണ്ടായി പറ്റും. ദുനിയാവിൽ ശാന്തി ഉണ്ടാവണമെങ്കിൽ, കപട നാടകങ്ങൾ കളിക്കാതിരിക്കണമെങ്കിൽ, ജനങ്ങളെ പറ്റിക്കാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചൊരു പേടി വേണം. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന് മനുഷ്യന്മാർക്ക് ഒരു പേടി വേണം. എങ്കിലേ മനുഷ്യന് നന്നാവാൻ പറ്റുള്ളൂ. മനുഷ്യ മനസ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് എന്നത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു തആല ഇത് എഴുതി പിടിപ്പിച്ച മുഹമ്മദ് നബിയോട് കൊടുത്തു. എന്നിട്ട് അത് കാലാന്തരങ്ങളായി പഠിപ്പിച്ചു. നമ്മളെ കൈവശം വേദഗ്രന്ഥം ചുമക്കുന്ന ഒരു കഴുത വാണ്ടം ചുമക്കുന്നത് എന്താണ് അതിന്റെ മുകളിൽ കിടന്ന് അറിയാതെ വാണ്ടം ചുമക്കുന്ന കഴുതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. വേദഗ്രന്ഥം ചുമക്കുന്നവർ അതുപോലെ അതും ചുമന്നുകൊണ്ട് നടക്കണ പണി നിങ്ങൾ എടുക്കല്ലേ എന്നാണ്. നിങ്ങൾ ഈ വേദഗ്രന്ഥത്തിന്റെ അവകാശികളാണെങ്കിൽ നാം ആണ് നിങ്ങൾ അവകാശികളാക്കിയിട്ടുള്ളത്. ആ അവകാശം അധികാരത്തോടുകൂടി, കൂവത്തോടുകൂടി ഉറപ്പിച്ചു പിടിച്ചുകൊണ്ട് ജനങ്ങളോട് ഈ സത്യം പറഞ്ഞു കൊടുക്കണം. ഒന്നും അല്ല പറയുന്നു, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സഹായിച്ചുകൊള്ളും പ്രവാചകരെ. ബല്ലിഗുമാഉൻസിലയിലേക്ക്, അവരോട് നാം നിനക്ക് അവതരിപ്പിച്ചെന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ, മറ്റൊന്നിനും നീ ഭയക്കേണ്ടതില്ല. വമാ ബല്ലഗത റിസാലതഹു വഇല്ലം തഫഅൽ വമാ ബല്ലഗത റിസാലതഹു. അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ എന്റെ റിസാലത്ത്, സന്ദേശം നീ അവർക്ക് എത്തിച്ചു കൊടുത്തില്ല എന്ന കാര്യത്തിന് നീ പിടിക്കപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഉമ്മത്ത് മുസ്ലിം എന്ന് പറയുന്നത്. സമൂഹത്തിലെ മുന്നണിയിൽ നിന്ന് ആളുകളെ സ്വയം നന്നായി ശാന്തിയിൽ ജീവിച്ചു മറ്റുള്ളവർക്ക് ശാന്തിയുടെ വഴി ദുനിയാവിലും ആഖിറത്തിലും ശാന്തിയുടെ നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാനുള്ള ആളുകളാണ്. അതിന്റെ ഓരോ അംഗങ്ങളാണ് നമ്മൾ എന്ന ഉത്തരവാദിത്തോടു കൂടിയാണ് പെരുമാറേണ്ടത്. അതിന് ശക്തിക്കായി അള്ളാഹുവിനോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനുഷ്യനും തമ്മിൽ പ്രത്യേകിച്ച് സഹായത്തിന്റെ ഏർപ്പാടും കാര്യമില്ല. അള്ളാഹും മനുഷ്യനും തമ്മിലാണ് ഇടപാട്. ആരുടെയും മസ്തിഷ്കം മറ്റൊരാളിന്റെ അടുക്കളയിൽ കൊണ്ട് പണയം വെക്കേണ്ട, അടിമയാക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഉള്ള ബുദ്ധി വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉള്ള കഴിവ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ട്. എല്ലാവർക്കും കൈയെടുത്ത് സ്വന്തം രക്ഷിതാവിനോട് പ്രാർത്ഥിക്കാം, നേരായ മാർഗത്തിൽ നയിക്കണേ, അതിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകണേ. തബ്ബിദ് അഖ്ദാമന, കാലുകൾ അവിടെ ഉറപ്പിച്ചിർത്തണേ. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് സഹായിക്കണേ. അങ്ങനെ ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുക. പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സമൂഹത്തിൽ തന്നെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന, ലക്ഷ്യത്തിലേക്ക് പോകുന്ന, ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്കെ പറയുന്ന എല്ലാവരും ഏകോദര സഹോദര
സഹോദരങ്ങളായി ഒരുമിച്ച് പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മിനിമം അത് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നത് നിർഭാഗ്യകരമായ വസ്തുതയെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങോട്ടാ പോണത്? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അള്ളാഹുവിലേക്കാണ് ആളെ വിളിക്കുന്നത്. സ്വയം ശുദ്ധിയാകാതെ മറ്റുള്ളവരെ ശുദ്ധിയാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇവിടെ ഉലമാക്കളും ഉമറാക്കളും തന്നെ ഹൃദയം ശുദ്ധിയാക്കിയിട്ട് ഞങ്ങളിതാ അള്ളാഹുവിന് സാക്ഷികളായിട്ട് അള്ളാഹുലേക്ക് വിളിക്കുന്ന പ്രവാചകന്റെ അനന്തരാവകാശികളായിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ സമൂഹം. അല്ലെങ്കിൽ നിലവിലുള്ള എല്ലാ ഉലമാക്കളെയും ഉമറാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കാസനം ചെയ്തു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പൊ വളരെ ഗൗരവപൂർവ്വമായി അവനവന്റെ നന്മയ്ക്ക് അവനവൻ തന്നെ അധ്വാനിക്കണം. നമ്മുടെ വിധിയുടെ കർത്താക്കൾ നമ്മളായി കയ്യിലേൽപ്പിക്കുന്ന നിങ്ങൾ നന്മ ചെയ്താൽ അതിന്റെ നന്മ നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ തിന്മ ചെയ്താലോ അതിന്റെ എല്ലാ അനന്തര ഫലങ്ങളും ഏറ്റെടുക്കുകയും ചെയ്യണം. അള്ളാഹുവിന്റെ ഈ സന്ദേശത്തെ തടുത്തു വെക്കാൻ ആർക്കും സാധ്യമല്ല. അല്ലെങ്കിൽ ബി ആരിലൂടെയെങ്കിലും പത്രത്തിലൂടെയെങ്കിലും മുസാഫിലൂടെ പ്രബോധനത്തിലൂടെ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ദഅവത്തിലൂടെ എങ്ങനെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയുടെ മസ്തിഷ്കത്തിൽ എത്തിക്കും എന്നത് അവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഗതിയാണ്. അതവൻ ചെയ്യുകയും ചെയ്യും. നമ്മൾക്കത് എത്തിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ മാർഗത്തിൽ ഉറച്ചു നിന്ന് ജീവിത വിജയം നേടാനുള്ള കഠിനമായ അധ്വാനത്തിലേക്ക് പുറപ്പെടുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.